എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പ്. ആദ്യമായിട്ട് നമ്മുടെ വ്യൂവർഷിപ്പ് 20,000 കടന്നിരിക്കുന്നു. കഴിഞ്ഞ 2-2.5 മാസം കൊണ്ട് ഏതാണ്ട് 100% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. പുതിയ ആളുകൾ വീഡിയോസ് കാണുന്നുണ്ട്. പരിചയമില്ലാത്ത ആളുകൾ, നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത പല പുതിയ ആളുകൾ ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർ മെസ്സേജ് അയക്കുന്നുണ്ട്, വളരെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ആദ്യമേ നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ ഉദ്ദേശം തന്നെ ഉള്ള അറിവുകൾ മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കുക. കാരണം മാർക്കറ്റിനെ പറ്റിയുള്ള മോശമായ ധാരണ, ഇത് ഗാംബ്ലിംഗ് ആണ്, ഇത് പൈസ പോകും, അതുപോലെ ഇത് ട്രേഡിങ്ങിനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് വെൽത്ത് ക്രിയേഷന് വേണ്ടിയിട്ടാണ്. നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ കൂടെ ഇതിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് പിന്നീട് പ്രയോജനപ്പെടാനായിട്ട് നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള അടിസ്ഥാനത്തിലാണ് നമ്മൾ വീഡിയോസ് തയ്യാറാക്കുന്നതും ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും അത് പ്രയോജനപ്പെട്ടു, കുറച്ച് പേർക്ക് അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്ന്. അപ്പോൾ അവർക്കൊക്കെ നന്ദി അറിയുന്നു. കൂടുതൽ ആളുകൾ കാണുക, കൂടുതൽ ആളിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ I am getting many requests. Is it possible to convert this videos into English language? So everyone know I am preparing videos in Malayalam. I am especially concentrating on Keralites only. But I am getting many requests. Is it possible to make in English as well? I told many times I am spending almost 8 hours to prepare each video, so the time is a problem. So I'm busy with office all the days. Only in the evening or weekends I am using my time to learn about the market and try to make some videos. So please bear me, try to understand. But some people are also asking, if not possible to prepare in English, try to summarize in English at the end of the video. I will try my best. If I have to do something, I need to prepare. This is a problem. Anyway, I will try my best. I am not sure about I can do it or not. Thank you very much for your comments. And I think what I am telling, still if you can understand what I am speaking, but my notes are very clear. I try to put each and every line what I speak on this PowerPoint presentation. So I think my notes are enough for you. If you have any doubts, any clarification, just send a message to me. I can help you within my limits. Okay, then we'll start. അപ്പോൾ നമ്മൾ ഇനി നമുക്ക് മലയാളത്തിലേക്ക് നമ്മുടെ യൂഷ്വൽ ഇതുപോലെ തന്നെ ആകാം. ഓക്കെ, പലരും ഇംഗ്ലീഷിൽ വേണമെന്ന് പറഞ്ഞിട്ട് റിക്വസ്റ്റ് അയക്കാറുണ്ട്. പക്ഷേ ദൗർബല്യം മൂലമാണ്. കാരണം രാവിലെ 5 മണി തൊട്ടിട്ട് ഞാൻ എൻ്റെ 7 മണി വരെ എൻ്റെ റൂട്ടീൻ ഇതുമായിട്ട് ബിസി ആയിരിക്കും. ഓഫീസിൽ രാവിലെ 7:30 പോയി 7 മണിയാകുമ്പോൾ എത്തുക. അതിനിടയ്ക്ക് ഞാൻ ട്രേഡ് ചെയ്യാറുമില്ല. നിങ്ങളുടെ പലരുടെയും ചോദിക്കാറുണ്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ, അതും ഇതുണ്ടോ എന്നൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ രാവിലെ 8 മണിക്ക് ഓഫീസിൽ പോയാൽ വൈകുന്നേരം 6 മണി വരെ ഡ്യൂട്ടി ടൈമാണ്, വർക്കിംഗ് ആസ് എ ഡിസൈനർ. സോ അപ്പോൾ ഞാൻ എൻ്റെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ മാർക്കറ്റോ പൈസ പോകുന്നതൊന്നും ആലോചിക്കാറില്ല. കാരണം നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അതുകൊണ്ടാണ് അതിനിടയ്ക്ക് ചിലപ്പം സമയം കിട്ടുമ്പോഴാണ് ഞാൻ ഈ ഇടയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നത്. ഞാൻ 3D റെൻഡർ ചെയ്യുന്ന സമയത്തൊക്കെ കുറച്ച് ഫ്രീ ആയിരിക്കും. ആ സമയത്തൊക്കെയാണ് ഞാനത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. കാരണം ഞാൻ ഓഫീസ് വർക്കും ഇതും മാർക്കറ്റുമായിട്ടൊന്നും രണ്ടും കൂടെ കൂട്ടിക്കുഴയ്ക്കാറില്ല. അതുതന്നെയല്ല, ഓഫീസിൽ കമ്പ്യൂട്ടറിൽ നമുക്കിതൊക്കെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ട്രേഡ് ചെയ്യാൻ അതൊക്കെ ശരിയായ നടപടിയല്ല. ഞാൻ പലരോടും പറയാറുണ്ട്, നിങ്ങൾ ജോലി ചെയ്യുന്ന ആളെങ്കിൽ ഇത് ഒരു ട്രേഡിങ്ങിന് പുറപ്പെടരുത്. നിങ്ങളുടെ കരിയറിനെ ബാധിക്കുന്ന നമ്മുടെ പല യങ്സ്റ്റേഴ്സിനോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതാണ് മെയിൻ കാര്യം, നിങ്ങളുടെ കരിയറിനെ ബാധിക്കും. അപ്പോൾ ഓഫീസ് ടൈം കഴിഞ്ഞതിന് ശേഷം ഇതിനെപ്പറ്റി പഠിക്കുക. അതൊരു ദീർഘകാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിൽ കാണുകയും ചെയ്യുക. കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് നമ്മുടെ ഇൻഡിക്കേറ്ററിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്
ഓൺ ബാലൻസ് വോളിയം അല്ലെങ്കിൽ OBV എന്ന ഒരു ഇൻഡിക്കേറ്ററെ പറ്റിയാണ്. ഇത് നമ്മുടെ 6ാമത്തെ ടെക്നിക്കൽ അനാലിസിസിൻ്റെ 6ാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഓൾറെഡി 5 ഇൻഡിക്കേറ്റർ പഠിച്ചു കഴിഞ്ഞു. മറ്റ് 5 ഇൻഡിക്കേറ്ററുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്ററാണ്. മറ്റേ ഒരു മെയിൻ ഇൻഡിക്കേറ്റർ അല്ല. മറ്റേ മെയിൻ ഇൻഡിക്കേറ്ററിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെയിൻ ഇൻഡിക്കേറ്ററാണ്. എന്താണ് OBV എന്ന് നമുക്ക് പറയാം. നമുക്കൊരു സ്ഥലത്തു നിന്ന് പോകണം എന്ന് വിചാരിക്കുക. നമുക്ക് എവിടെ പോകണം എന്ന് പറയാം, പോകുന്ന വഴിയും നമുക്കറിയാം. പക്ഷേ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കറിയാം ഇഷ്ടംപോലെ സൈൻ ബോർഡുകളുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് അത് വെരിഫൈ ചെയ്യാറുണ്ട്, പോകുന്ന വഴിക്ക് നോക്കി പോകാറുണ്ട്. നമ്മൾ പോകുന്ന ട്രാക്ക് കറക്റ്റാണോ, കൃത്യമായ റോഡിൽ കൂടെ ആണോ, അല്ലെങ്കിൽ കൃത്യമായ വഴി കൂടെ ആണോ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മളൊന്ന് നോക്കാറുണ്ട്. എന്താ പറയുക, ഈ സൈൻ ബോർഡിനെ നമുക്ക് ഈ ഇൻഡിക്കേറ്ററുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. ഇതാണ് വളരെ ലളിതമായ രീതിയിൽ എനിക്ക് OBVയെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് നടത്തി, അത് ബൈ ആയിക്കോട്ടെ സെയിൽ ആയിക്കോട്ടെ ചെയ്യുന്ന സമയത്ത് നമ്മളതിൻ്റെ ആ വിന്നിങ് സൈഡിലാണോ എന്ന് നമ്മളെ അറിയാൻ സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് ഇൻഡിക്കേറ്ററാണ് ഈ OBV എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഡീറ്റെയിലോട്ട് പോകാം. അപ്പോൾ എന്താണ് OBV അല്ലെങ്കിൽ ഓൺ ബാലൻസ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മൊമെൻറ്റം ഇൻഡിക്കേറ്ററാണ്. ഇത് ഡിസൈൻ ചെയ്തത് ജോസഫ് ഗ്രാൻവിലെ എന്ന് പറയുന്ന ഒരാൾ 1970കളിലോ മറ്റാണ് എൻ്റെ ഓർമ്മ. അദ്ദേഹമാണിത് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഈ ഇൻഡിക്കേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലി വോളിയത്തിനെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. പ്ലസ് പ്രൈസും ഒരു ഫാക്ടറാണ്. അപ്പോൾ ഈ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈസിൽ വരുന്ന മാറ്റങ്ങൾ ആളുകൾ ബൈ ആണോ സെയിലാണോ ചെയ്തത്, അതിനെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയേക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് OBV എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇത് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതായത് ടോട്ടൽ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദിവസത്തെ ടോട്ടൽ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പഠിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പം നമ്മൾ ആദ്യം ആ എക്സാമ്പിൾ പറഞ്ഞ പോലെ തന്നെ വോളിയം പ്രിസീഡ്സ് പ്രൈസ് ദെൻ പ്രൈസ് കൺഫേം ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഇൻഡിക്കേഷൻ തരും. അപ്പോൾ അതനുസരിച്ച് കാണിക്കുന്ന ഇൻഡിക്കേഷന് വരും ദിവസങ്ങളിൽ പ്രൈസ് കൺഫർമേഷൻ തരും. അത് എങ്ങോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നു നമുക്കൊരു ഡയറക്ഷൻ തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വിന്നിംഗ് സൈഡിലാണോ എന്ന് നമുക്കറിയാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സപ്പോർട്ടീവ് ഇൻഡിക്കേറ്ററാണ് ഈ OBV എന്ന് പറയുന്നത്. നമുക്ക് വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങോട്ട് മൂവ് ചെയ്യുന്ന നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമുക്കറിയാം 100% ഒരു ഇൻഡിക്കേറ്ററും മാർക്കറ്റിനെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കതൊരു ഒരു സാധ്യത മാത്രമാണ്. അത് ഞാൻ വീണ്ടും നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ വോളിയം കൂടുക ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ് ട്രെൻഡും അല്ലെങ്കിൽ ബുള്ളിഷ് സൈൻ ആണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ വോളിയം കുറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡൗൺ ട്രെൻഡാണ് എന്ന് നമുക്ക് പറയാം. ഈ ഇൻഡിക്കേറ്ററെ മാത്രം ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത്. അതുപോലെ തന്നെ വോളിയവും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ, ബയറും സെയിലും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈഡ് വേസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്ന് പറയാം. അപ്പോൾ കുറച്ച് വ്യത്യാസം എന്താണ് ഈ ഇൻഡിക്കേറ്റർ നമ്മൾ പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു സ്റ്റോക്കിൻ്റെ വോളിയം പ്രൈസ് കൂടുമ്പോൾ വോളിയം കൂടുകയാണെന്നുണ്ടെങ്കിൽ അപ് ട്രെൻഡ് പോകും. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, സപ്പോർട്ട് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ വോളിയം കൂടിയാലും പ്രൈസ് താഴോട്ട് പോകും. അതാണ് ഒരു സാധാരണ മാർക്കറ്റിൽ നടക്കുന്നത്. പക്ഷേ ഇൻഡിക്കേറ്ററെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വ്യത്യാസമുണ്ട്. വോളിയം താഴോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെയറിഷ് സിഗ്നലാണ് കൂടുതൽ പ്രൈസും താഴോട്ട് പോകുന്നുണ്ട്. സാറിന് നമ്മൾ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ആളുകൾ പേടിച്ച് വിൽക്കുമ്പോൾ വോളിയം കൂടുക ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നേരെ തിരിച്ചാണ് എടുക്കുന്നത്. അതായത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. പ്രൈസ് കൂടുമ്പോൾ വോളിയം കൂടി കഴിഞ്ഞാൽ ആ വോളിയം കൂടിയുന്ന ദിവസത്തെ എടുക്കും. പ്രൈസ് കുറയുകയാണെന്നുണ്ടെങ്കിൽ, വോളിയം കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഡൗൺ ട്രെൻഡ് എന്ന് പറഞ്ഞ് നമ്മൾ കണക്കാക്കും. അതായത് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡ് വേസ് ആയിട്ട് അല്ലെങ്കിൽ നാച്ചുറലായിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ, അടുത്തത് നമുക്ക് ഡൈവേർജൻസ്. നമ്മൾ ഡൈവേർജൻസിനെ പറ്റി മറ്റ് ഇൻഡിക്കേറ്റർ പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചപ്പോൾ ഞാൻ ഡൈവേർജൻസ് എന്താണെന്ന് കൂടുതൽ പറഞ്ഞു തരേണ്ട കാര്യമില്ല. അതായത് ഒരു സ്റ്റോക്ക് അതിൻ്റെ ഒരു ബെയറിഷ് ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ OBV ഒരു ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ, നേരെ തിരിച്ച് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ഒരു ബോട്ടം ഔട്ടായി ഇനി അതൊരു തിരിച്ച് കയറാനുള്ള ഒരു സാധ്യത ഉണ്ട്.
രണ്ടാമത്തെ ഡൈവർജൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് അതിൻ്റെ ടോപ്പ് ലെവലിൽ അതിൻ്റെ റെസിസ്റ്റൻറ്റ് ലെവൽ എത്തി കഴിയുമ്പോൾ അത് പതുക്കെ വാങ്ങുന്ന ആളുകൾ പതുക്കെ പിൻവാങ്ങുകയും വിൽക്കുന്ന ആളുകൾ കൂടുതൽ ആ സ്റ്റോക്കിൽ എത്തി കഴിഞ്ഞാൽ നമുക്ക് അപ്പം ആ സ്റ്റോക്കിൽ പ്രൈസ് മുകളിലോട്ട് പൊക്കോട്ടിരിക്കുമ്പോൾ നമ്മുടെ OBV അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിക്കേറ്റർ താഴോട്ടായിരുന്നെങ്കിൽ നമുക്ക് ആ മാർക്കറ്റിൽ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏകദേശം അതിൻ്റെ ടോപ്പിൽ എത്തിക്കഴിഞ്ഞു. ഒരു പക്ഷേ അത് താഴോട്ട് വരാം, ഞാൻ വരാം എന്നാണ് പറയുന്നത്, വരണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡൈവർജൻസ്. പ്രൈസ് ഇൻഡിക്കേറ്ററും രണ്ട് രീതിയിൽ വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്നതിനാണ് നമ്മൾ ഡൈവർജൻസ് ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ OBVക്കും ഓരോ ടൈം പീരീഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത്. സാധാരണ എനിക്കൊന്ന് ഷോർട്ട് ടൈം ട്രേഡിങ്ങിന് 13-14 ദിവസമൊക്കെ എന്നാണ് ഞാൻ കണ്ടു പഠിച്ചത്. ഞാൻ ഷോർട്ട് ടൈം ട്രേഡിങ് ചെയ്യാത്ത ആളാണ്, എൻ്റെ ഡീറ്റെയിൽ ചെയ്യാൻ പോകുന്നില്ല. എന്തായാലും ഒരു ടൈം പീരീഡിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഏത് ഡയറക്ഷനിൽ ഈ വോളിയം ഇൻഡിക്കേറ്റർ പോകുന്നു അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ്, അല്ലാതെ അതിൻ്റെ പീരീഡിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, അടുത്ത കാര്യം, ഇത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഒരു സപ്പോർട്ടിങ് ഇൻഡിക്കേറ്ററാണ്. അപ്പം നമ്മളിത് മറ്റുള്ള മെയിൻ ഇൻഡിക്കേറ്ററുമായിട്ട് കൂട്ടി വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനല്ല. ഇത് മാത്രമായിട്ട് ഉപയോഗിക്കുന്നതല്ല, ഇതൊരു സപ്പോർട്ടീവ് ഇൻഡിക്കേറ്ററാണെന്ന് വീണ്ടും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക, ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ഡസൻ കണക്കിന് ഇൻഡിക്കേറ്റർ ഉണ്ട്. നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ടുള്ള ഇൻഡിക്കേറ്റർ 3 അല്ലെങ്കിൽ 4 ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിച്ച് നിങ്ങൾ ഇൻഡിക്കേറ്റർ വിശ്വസിക്കുന്ന ആളുണ്ട്, ചിലർ വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ഇത് പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ മാത്രം 3 അല്ലെങ്കിൽ 4 ഇൻഡിക്കേറ്റർ മാത്രം ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഒരേ തരത്തിലുള്ള ഇൻഡിക്കേറ്ററുകൾ റിപ്പീറ്റഡായിട്ട് ഉപയോഗിക്കാതിരിക്കുക. ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സഹാസ്റ്റിക് അതുപോലെ RSI, ഈ രണ്ടും ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഈ രണ്ട് ഇൻഡിക്കേറ്റർ ഒരേ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ നിങ്ങൾ അറ്റ് എ ടൈം രണ്ടും ഒരേപോലെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രയോജനമില്ല. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുക. ഒരേപോലത്തെ തന്നെ 2-3 വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആകത്തേ ഉള്ളൂ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിട്ട് RSI കൂടുതൽ ഉപയോഗിക്കുന്നത് ലോങ് ടൈമിനും ഈ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന ആളും ഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ സ്റ്റോക്കാസ്റ്റിക് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കും. ഞാനത് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ രണ്ടിൻ്റെയും ഉദ്ദേശം ഒന്നാണ്. പക്ഷേ ഈ രണ്ട് നമ്മൾ ഇപ്പോൾ രണ്ടും അറിയാമെന്ന് വെച്ചാൽ രണ്ടും ഒന്നിച്ച് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിന് കൺഫ്യൂഷൻ ഉണ്ടാകും. കാരണം രണ്ടിൻ്റെയും ഒരേ മൂവ് ചെയ്യുന്ന ചിലപ്പോൾ ഒരേ ഡയറക്ഷനിലായിരിക്കും, എന്നാലും അതിൻ്റെ ആ വേരിയേഷൻസ് കാരണം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരേപോലത്തെ ഇൻഡിക്കേറ്റർ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. അറിയാമെന്ന് കരുതിയിട്ട് എല്ലാം കൂടെ കയറി ഉപയോഗിക്കരുത് എന്ന് പറയാൻ വേണ്ടി ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പം നമുക്ക് OBV നമ്മൾ പറയുന്ന ഒരു പീരീഡിനെ പറ്റിയാണ് എന്ന് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ ബേസിക്കായിട്ട് കാര്യം മാത്രമേ പറയും. എപ്പോഴും ആളുകൾ എനിക്ക് കമൻറ്റ് അയക്കാറുണ്ട്, കാൽക്കുലേഷൻ കാരണം എന്താ പറഞ്ഞാൽ ഇതാകുന്നു ബേസിക്കായിട്ടാണ്. നമ്മൾ പഠിക്കുമ്പോൾ കുറച്ച് ബേസിക് അറിയാൻ വേണ്ടി ഞാൻ കാൽക്കുലേഷൻ പറ്റും. അതുകൊണ്ട് ഞാൻ അതിനകത്ത് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽ പോകുന്നില്ല. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഇത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ നെറ്റിൽ പോയി സെർച്ച് ചെയ്താൽ മതി. OBV കാൽക്കുലേഷൻ, ഹൗ ടു കാൽക്കുലേറ്റ് OBV എന്ന് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും. ഓക്കെ, കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ജസ്റ്റ് ബേസിക് മാത്രം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അപ്ഡേറ്റ്സിൽ അപ്പോൾ നമ്മുടെ OBV നമ്മൾ പറഞ്ഞൊരു പെർട്ടിക്കുലർ പീരീഡ് നമ്മൾ പറഞ്ഞു. ആ പീരീഡിൻ്റെ സ്റ്റാർട്ടിങ് ഏത് ദിവസമായിക്കോട്ടെ, ഫോർ എക്സാമ്പിൾ ഇന്നലെ തന്നെ ആയിക്കോട്ടെ. അപ്പം നമ്മൾ ഇന്നലെ തൊട്ട് കണക്കൂട്ട് പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റാണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ വോളിയം നമ്മൾ പ്രൈസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓൺ അപ്ഡേറ്റ്സ് നമ്മൾ മുമ്പോട്ടുള്ള ദിവസത്തെ കൂട്ടും. അതുപോലെ തന്നെ നമ്മുടെ ട്രേഡിങ്ങിൻ്റെ വോളിയം കുറയും, അതിൻ്റെ എന്താ പറയുക വോളിയം കുറയുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തേനകത്തോട്ട് അത് കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഇന്നലെ തൊട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. ഞാൻ താഴെ എഴുതി നിങ്ങൾക്ക് വായിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാൻ നിങ്ങൾ വായിച്ചാൽ പറഞ്ഞുതരാം. നമ്മൾ ഇന്നലെ തൊട്ടാണ് നമ്മൾ കണക്കൂട്ടുന്നത്. OBV കണക്കൂട്ടുമ്പോൾ എന്താണ് നിങ്ങൾ OBV നമ്മൾ ചോദിക്കുക, എപ്പോഴും നമ്മൾ സ്റ്റാർട്ടിങ് സാർ നമ്മൾ പറഞ്ഞുതരാം. ഒരു 14 ദിവസമാണ് ഫസ്റ്റ് ഡേയിൽ നമ്മൾ OBV നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റിൽ ആ പ്ലസ്സോ മൈനസോ ആ പെർട്ടിക്കുലർ OBV നമ്മൾ കണക്ക് കൂട്ടും. അതല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ 0 ആയിട്ട് കണക്ക് കൂട്ടും. അപ്പോൾ ഫസ്റ്റ് ഡേ നമുക്ക് 0 ആയിട്ട് ഗുണം വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഫസ്റ്റ് ഡേയിൽ നമ്മൾ 0 ആയിട്ട് മനസ്സിലാക്കി കൂട്ടി കഴിഞ്ഞാൽ സെക്കൻഡ് ഡേയിൽ ഫോർ എക്സാമ്പിൾ 100 രൂപയ്ക്ക് വിറ്റ ഷെയർ അന്ന് തലേ ദിവസം 102 രൂപയ്ക്ക് വിറ്റു. 10,000 വോളിയം ഉണ്ടെന്ന് വിചാരിക്കാം. കൂടുതലായ ലക്ഷങ്ങൾ പറയുന്നത് കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ 10,000 എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുന്നത് നമ്മുടെ സെക്കൻഡ് ഡേയിൽ നമ്മൾ കണക്ക് കൂട്ടുന്നത് പ്രൈസ് കയറി വോളിയം കയറി.
അപ്പോൾ നമ്മളത് വോളിയം പ്രൈസ് കയറിയുകൊണ്ട് നമ്മൾ ആ 10,000 ഷെയർ പ്ലസ് കൂട്ടി. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേയിൽ 10,000 നമ്മുടെ വോളിയം. തേർഡ് ഡേയിൽ അന്ന് നമ്മൾ ഈ 102 എന്നുള്ള 104 പോയി എന്ന് കരുതുക, 10,000 വോളിയം ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ 10,000 നമ്മൾ വോളിയം പ്രൈസ് കയറിയുകൊണ്ട് ഈ ആദ്യത്തെ 10,000 നമ്മൾ കൂട്ടി 20,000 തേർഡ് ഡേയിൽ ഇത് 104 നിന്ന് 102 കുറഞ്ഞു എന്ന് വിചാരിക്കുക. വോളിയം 10,000 എന്നും കരുതുക. അപ്പോൾ താഴ്ന്നു വന്നുകൊണ്ട് നമ്മൾ ആദ്യത്തെ 2 ദിവസം 10,000 പ്ലസ് 10,000 നിന്ന് മൈനസ് 10,000 കുറയ്ക്കണം. അപ്പോൾ നമുക്ക് 20,000 മൈനസ് 10, അപ്പോൾ ബാക്കിയുള്ളത് 10,000. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത് കൂട്ടിയാണ് ഓരോ ദിവസത്തെ കൂടുന്നതും കുറഞ്ഞും അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇത് വരുന്നത്. അതായത് 10,000 കൂടി 10,000 കൂട്ടുക, അടുത്ത ദിവസം 10,000 കൂട്ടിയാൽ അത് 30,000 ആകും, അടുത്ത ദിവസം കൂട്ടിയാൽ 40,000 ആകും. അതിനടുത്ത ദിവസം 40,000 നിന്ന് 20,000 അടുത്ത 4-ാം ദിവസം താഴോട്ടാണ് 20,000 താഴോട്ടാണ് 40,000 മൈനസ് 20,000. 5-ാം ദിവസം പിന്നെ അത് 5,000 വോളിയം കയറുന്നു, 20,000 പ്ലസ് 5,000 25,000. അപ്പോൾ 6-ാം ദിവസം അതിൻ്റെ വോളിയം കൂടിയിട്ടില്ല, ഇക്വലാന്ന് വിചാരിക്കുക, നമ്മൾ പറഞ്ഞ ന്യൂട്രലാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു വ്യത്യാസം കാണത്തില്ല. അതേപോലെ തന്നെ 25,000 6-ാം ദിവസം 6-ാമത് 7-ാമത് ഓക്കെ. എനിവേ അടുത്ത ദിവസം ഇത് 5,000 പ്രൈസ് കയറി വോളിയം കയറി 5,000 വോളിയം കൂടി കഴിഞ്ഞാൽ 25,000 പ്ലസ് 5,000 30,000. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും. ഞാനത് കൂടുതൽ കാൽക്കുലേഷൻ പോയി നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഈ OBV ഇൻഡിക്കേറ്റർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ ട്രെൻഡ് ഡയറക്ഷൻ കൺഫേം ചെയ്യാൻ വേണ്ടി, പ്രൈസ് മൂവ്മെൻറ്റം കൺഫേം ചെയ്യാൻ വേണ്ടി നമ്മൾ ബൈയിലായിക്കോട്ടെ സെയിലായിക്കോട്ടെ നമ്മുടെ അതിൻ്റെ പ്രഷർ, അത് ബൈങ് പ്രഷർ അല്ലെങ്കിൽ സെയിൽ പ്രഷർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ പറയാറുണ്ട്, നമ്മൾ ഏത് ചാർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പെർട്ടിക്കുലർ പീരീഡ് നോക്കാതെ ആ ചാർട്ടിൻ്റെ മൊത്തമായിട്ടുള്ളൊരു നേച്ചർ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളൊരു ഡിസിഷൻ എടുക്കാവൂ. നമ്മുടെ പ്രൈസ് മൂവ് ചെയ്യുന്നത് അത് കൺഫേം ആവുന്നു അല്ലെങ്കിൽ തിരിച്ചാണോ. എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഒരു ചാർട്ട് നമ്മൾ മൊത്തമായിട്ട് നോക്കുന്ന എപ്പോഴും നല്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു സ്റ്റോക്ക് മേടിക്കുമ്പോൾ ഒരു ദിവസം നോക്കാറുണ്ട്, ഒരാഴ്ച നോക്കാറുണ്ട്, ഒരു മാസം നോക്കാറുണ്ട്, 6 മാസം 3 മാസം 6 മാസം നോക്കാം, 2 മാസം ചിലപ്പോൾ 5 കൊല്ലം വരെ നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ്, അതിൻ്റെ ആ പ്രൈസിൻ്റെ അതെങ്ങനെ മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നമ്മളൊരു അത് കൺഫേം നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല. എന്നാൽ നമുക്കൊരു ഇത് എങ്ങോട്ട് പോകുന്നു നമുക്ക് മനസ്സിലാക്കാനായിട്ട് എപ്പോഴും നമ്മൾ ഹിസ്റ്ററി അടിസ്ഥാനമാക്കിയാണ് പലപ്പോഴും സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് അതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമ്മുടെ ഈ പ്രൈസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് വോളിയത്തിൻ്റെ ഉണ്ടാകുന്ന മാറ്റത്തെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആ സ്റ്റോക്കിൻ്റെ മൂവിൻ്റെ സ്ട്രെങ്ത് നമുക്ക് മനസ്സിലാക്കുകയും നമുക്കതിൻ്റെ ഇൻഡിക്കേറ്റർ കൺഫർമേഷൻ തരുന്നതും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ബേസിക് ഐഡിയ കിട്ടിയത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് മനസ്സിലാക്കി കാണും എന്ന് കരുതുന്നു. ഇനി നമുക്ക് അടുത്തിൻ്റെ ഈ OBVയുടെ ലിമിറ്റേഷൻസ് എന്താണെന്ന് നോക്കാം. 2 തരത്തിലുള്ള ലിമിറ്റേഷൻസാണ് ഇതിനകത്ത് ഉള്ളത്. ഫസ്റ്റ് ലിമിറ്റേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വളരെ പെട്ടെന്ന് ഒരു ന്യൂസ് വരികയും അതിനെ സംബന്ധിച്ച് ഒരു വളരെ നെഗറ്റീവായിട്ടൊരു ന്യൂസ് വരികയും എന്ന് കരുതുക, അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസ് വരികയും കരുതുന്നില്ല. അപ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്, അങ്ങനെ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നു ഒരു കമ്പനിക്ക് സംബന്ധിച്ചത്, വളരെ മോശമായൊരു ന്യൂസ് മാർക്കറ്റിൽ പറഞ്ഞു, പെട്ടെന്ന് നമുക്കറിയാം ആ സ്റ്റോക്കിൻ്റെ വില താഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 5, 10, 20% താഴും നമുക്ക് കണ്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അന്ന് സാധാരണ നടക്കുന്നതിൻ്റെ പലപ്പോഴും സാധാരണ ഒരു 2 times 3 times 4 times ഒക്കെയാണ് നമുക്ക് അതിൻ്റെ കൺഫർമേഷൻ മനസ്സിലാക്കാൻ പറ്റുന്നത്. ചില സമയത്തും 10, 20% ഇരട്ടിയൊക്കെ വോളിയം കൂടാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ ഡേയിൽ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ പിന്നീട് ഇത് കണക്ക് കൂട്ടുമ്പോൾ തന്നെ ആ ഒരൊറ്റ ദിവസത്തെ ആ വീഴ്ച ഈ ഇൻഡിക്കേറ്ററെ ബാധിക്കും. അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ന്യൂനത എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത്, നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കോൺസ്റ്റൻ്റായിട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിന് 1 മാസം മുമ്പോ 2 മാസം മുമ്പോ ഇതേപോലെ സ്റ്റോക്ക് വളരെ വലിയൊരു വീഴ്ച വന്നു, വളരെ വലിയൊരു വോളിയത്തിൻ്റെ ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്ററിനെ ഇത് ബാധിക്കും. കാരണം അത് പിന്നെ ഇത് കണക്കൂട്ട് വരുമ്പോഴത്തേക്ക് അത് മാച്ച് ആകില്ല.
അപ്പോൾ അതാണ് ഏറ്റവും വലിയ ഇതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്റ്റോക്കുകൾ ഇതിൻ്റെ ഈ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. കാരണം അത് പിന്നെ അത് നമുക്കത് കണക്കൂട്ടാൻ കുറച്ച് നാളത്തേക്ക് ബുദ്ധിമുട്ട് വരും. കുറേ മാസങ്ങളിലേക്ക് ഒരു 2-3 മാസത്തേക്ക് ആ ഒരു വ്യത്യാസം. അതിനുശേഷം ഉപയോഗിക്കരുത്. 4 മാസം കഴിഞ്ഞൊന്നും പ്രശ്നമില്ല. ഒരു വിത്തിൻ 4 മന്ത്സൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. പ്രത്യേകിച്ച് ലോങ് ടൈമിലേക്കുള്ള നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ 6 മാസം നമ്മളൊരു ലോങ് ടൈമിൽ സ്റ്റോക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതുകൊണ്ട് ഈ ലിമിറ്റേഷൻ നമ്മളെപ്പോഴും മനസ്സിൽ വെക്കുക. പിന്നെ അടുത്തൊരു ലിമിറ്റേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഒരു മൈനറാണെന്ന് പറയാം, എങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു എക്സാമ്പിൾ, നമ്മൾ ഒരു സ്റ്റോക്ക് 10 രൂപയ്ക്ക് ഇന്ന് കയറി എന്ന് വിചാരിക്കുക. 10 രൂപ കയറി, ഇന്നലെ 9-ൽ നിന്ന് 10 രൂപയായിട്ട് കയറി, അതിൻ്റെ വോളിയം കയറി. അപ്പോൾ നമ്മൾ എന്താ കൂട്ടുന്നത്? ഫസ്റ്റ് ഡേയിൽ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ OBV പ്ലസ് ആയിട്ടാണ്, അതിൻ്റെ വോളിയം നമ്മൾ പ്ലസ് ആയിട്ടല്ലേ കൂട്ടുന്നത്. അപ്പോൾ നാളെ ഈ സ്റ്റോക്ക് ഈ 10 രൂപ എന്നുള്ളത് 9 രൂപ 90 പൈസയായി വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ വോളിയം താന്നു. അപ്പോൾ വ്യത്യാസം വരുന്ന എത്ര? വെറും നേരിയ 10 പൈസയുടെ 5 പൈസയുടെയൊക്കെ വ്യത്യാസം വരിക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സത്യം പറയാൻ വലിയ വ്യത്യാസം പറയാൻ പറ്റില്ല. ക്ലോസിങ്ങും ഓപ്പണിങ്ങും ക്ലോസിങ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. പ്രീവിയസ് ക്ലോസിങ്ങും നെക്സ്റ്റ് ഡേയിൽ ക്ലോസിങ് അത് സെയിം ആണെന്ന് തന്നെ പറയില്ലേ. 10 രൂപയും 9.90 രൂപയും എന്താ വ്യത്യാസമുള്ളത്? പക്ഷേ ടെക്നിക്കലി വരുമ്പം അത് മൈനസായിട്ടാണ് വരുന്നത്. അത് 10 രൂപയിൽ നിന്ന് 9.95 5 പൈസ വ്യത്യാസം കുറഞ്ഞു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അത് വോളിയം കുറയ്ക്കുക ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് എന്താ സംഭവിക്കുകയാണെങ്കിൽ അതിന് മുമ്പ് തലേ ദിവസത്തെയും ഈ കുറഞ്ഞ ദിവസം തമ്മിൽ വോളിയം തമ്മിൽ വലിയ ഈ ഇൻഡിക്കേറ്റർ കാൽക്കുലേഷനിൽ വലിയ പ്രയോജനപ്പെടത്തില്ല. അതൊരു നല്ലായിട്ടാണ് കൂട്ടുന്നത്. അപ്പം ഇങ്ങനെ 2 ലിമിറ്റേഷൻസാണ്. പക്ഷേ രണ്ടാമത്തെ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരു 14 ദിവസം അല്ലെങ്കിൽ 30 ദിവസമൊക്കെ എടുക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻസിൽ ആദ്യം പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാൽക്കുലേഷൻ തെറ്റാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡേയിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് എങ്കിൽ പോലും അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഈ 2 ലിമിറ്റേഷൻസ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, നമ്മളിനിയും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനിയും സ്റ്റോക്കിൻ്റെ 1-2 ചാർട്ടുകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ആദ്യമേ പറയട്ടെ, ഞാൻ ഡേ ട്രേഡ് ചെയ്യുന്ന ആളുകളോ ഷോർട്ട് ടൈം ട്രേഡ് ചെയ്യുന്ന ആളുകളോ അല്ല. എൻ്റെ ലൈവായിട്ട് ചാർട്ടില്ല. അപ്പം ഞാനിത് ചാർട്ട് ഇങ്കിൽ നിന്ന് എടുത്ത എന്താ പറയുക ചാർട്ടാണ്. അല്ലാതെ എനിക്ക് ഡയറക്റ്റായിട്ട് ഡേ ട്രേഡിംഗ് ഒന്നും കാണിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തന്നെ യൂസ് ചെയ്യുക. എനിക്കത് നിങ്ങൾക്ക് പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇത് അനുസരിച്ചിട്ട് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഒരു ചാർട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഈ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. അതുകൊണ്ട് 240 രൂപയിൽ സപ്പോർട്ടിലുണ്ടായിരുന്നു. നല്ലൊരു സപ്പോർട്ടുണ്ട് ഈ സ്റ്റോക്കിന്. അതിൻ്റെ ഞാൻ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ ഓരോന്ന് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അറിയാൻ വയ്യാത്തവർ ഇത് നോക്കി പഠിക്കുക. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സിമ്പിളായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണി കൺട്രോളിൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുക. നമ്മുടെ വീഡിയോയും കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇതിൻ്റെ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 340 മുകളിലാണ് എൻ്റെ സപ്പോർട്ട് എന്ന് പറയുക. എൻ്റെ ഈ കാണുന്ന ഇത് 3 മാസ ചാർട്ടാണ് കേട്ടോ. 3 മാസ ചാർട്ടാണ്. അതിൻ്റെ ടോപ്പ് എന്ന് പറയുന്നത് 282.83 അതിൻ്റെ ഈ മേജർ റെസിസ്റ്റൻസ്. ഇപ്പോൾ ആ ലെവലിൽ പോയിട്ട് സ്റ്റോക്ക് താഴോട്ട് പോയിരിക്കുകയാണ്. നമ്മൾ ഇൻഡിക്കേറ്റർ നമ്മുടെ ക്യാൻഡിൽ സ്റ്റിക്ക് പഠിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണുന്നുണ്ട് ഒരു ഡോജിയോ പോലത്തെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ ഈ സ്റ്റോക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കാം. ആ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് ഞാനൊരു കറുത്ത ലൈൻ ഗ്രാഫിൽ വരച്ചിട്ടുണ്ട്. ഒന്ന് മുകളിലോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് വരുന്നു, പിന്നെ ഒരു നല്ലൊരു റൈഡ് സംഭവിക്കുന്നു. അതിനുശേഷം അത് വളരെ വലിയൊരു ഫോൾ സംഭവിച്ചിട്ട് അതിൻ്റെ 240 റെസിസ്റ്റൻസ് ലെവലെത്തിയതിനു ശേഷം പിന്നെ ഒരു തിരിച്ചു പോകുന്നു. അതിനുശേഷം ചെറിയൊരു എന്താ പറയുക ഒരു തിരിച്ചു വരവ് നടത്തിയതിനു ശേഷം താഴോട്ട് പോയതിനു ശേഷം റീട്രേസ്മെൻറ്റ് അതിനുശേഷം അത് പിന്നെയും ഒരു വലിയൊരു റൈഡ് സംഭവിക്കുന്നു. പിന്നെ കുറച്ച് ദിവസം ഒരു സൈഡ് വേസ് മൂവ് ചെയ്തതിനു ശേഷം അത് താഴോട്ട് പോകുന്നു. കാഴ്ച നമുക്ക് ഇവിടെ കാണാം. അപ്പം ഇവിടെ ക്യാൻഡിൽസ് പഠിക്കുന്ന ആളുകൾ അതിൻ്റെ എന്താ സ്പിന്നിങ് ടോപ്പും ഡോജിയൊക്കെ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇവിടെ കണ്ട് മർബാസു നമുക്ക് ഒരു കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റ് ഓരോന്ന് മനസ്സിലാക്കുക. നമ്മളതിൻ്റെ ഡീറ്റെയിൽ അടുത്ത എന്താ പറയുക വീഡിയോയിൽ നമുക്ക് കൂടുതൽ നമുക്ക് ക്യാൻഡിൽസിങ്ങനെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റോക്ക് ചാർട്ട് പഠിക്കുമ്പോഴും അതിൻ്റെ ഓരോ ക്യാൻഡിലിൻ്റെ നമ്മൾ അതിൻ്റെ ക്യാരക്ടറും പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കൂട്ട് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ പറഞ്ഞു വരുന്നത് അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ ഇത്രയും വലിയ മൂവ്മെൻറ്റ് നടന്നൊരു 1, 2, 3, 4, 5, 6, 7, 8, 9 തരത്തിലുള്ള മൂവ്മെൻറ്റ് മേളിലോട്ട് താഴോട്ട് സൈഡ് വേസിൽ ഈ സ്റ്റോക്കിൽ 3 മാസം കൊണ്ട് നടന്നു. എങ്കിലും നമുക്ക് അതിൻ്റെ ആ ഇൻഡിക്കേറ്റർ OBV ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റോക്ക് ഒരു റൈഡിന് ശേഷം ഇവിടെ ഒരു എന്താ പറയുക ഒരു ചെറിയ റൈഡ് സംഭവിച്ചു, പിന്നെ ഒരു വലിയ ഫോൾ സംഭവിച്ചു. അപ്പോൾ ഈ
റൈഡ് നടന്ന് 2 പ്രാവശ്യം കയറിയ സമയത്ത് നമുക്ക് നോക്കിയറിയാം OBVയുടെ അതിൻ്റെ എന്താ പറയുക ഇൻഡിക്കേറ്റർ നോക്കിയറിയാം ഇത് താഴോട്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കണം ഈ സ്റ്റോക്ക് ഈ ഏത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എവിടുന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ചെറിയൊരു ട്രേഡേഴ്സിന് ചിലപ്പോൾ അത് ലാഭം കിട്ടും. ഒരു 250 രൂപയ്ക്ക് മേടിച്ചെങ്കിൽ ഒരു 268 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റും മറ്റ് ഇൻഡിക്കേറ്റർ സഹായത്തോടെ. പക്ഷേ ഈ OBV നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം ഈ സ്റ്റോക്ക് ഇടയ്ക്ക് കയറുന്നുണ്ടെങ്കിൽ പോലും മൊത്തമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ട്രെൻഡാണ്. ഏകദേശം നമ്മുടെ തന്നെ ഇതൊരു ആ വലിയ ഫോൾ സംഭവിച്ചിട്ട് ആ ഒരു സ്പിന്നിങ് ടോപ്പ് അവിടെ വരുന്നു. അവിടെ സപ്പോർട്ട് ലെവൽ 240 സപ്പോർട്ട് ലെവലിൽ എത്തിയതിന് ശേഷം അത് തിരിച്ച് കയറുന്ന അവിടെ വരെ. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാം ആ ഇൻഡിക്കേറ്റർ നമ്മൾ നോക്കിക്കഴിയാം മുകളിലോട്ടാണ് പോകുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുന്നു, ഈ ഇൻഡിക്കേറ്ററും മുകളിലോട്ട് പോകുന്നു. ഇടയ്ക്ക് ചെറിയ ഒരു 2-3 ദിവസം താഴ്ച ഉണ്ടെങ്കിൽ പോലും പിന്നെ അത് വീണ്ടും കയറുന്നതാണ്. പിന്നെ ഒരു വലിയൊരു കയറ്റം നമുക്ക് കാണാം. അതായത് 250 നിന്ന് 280 രൂപ വരെ ഒരു വലിയൊരു കയറ്റമാണ് മറ്റേ ക്യാൻഡിൽ സ്റ്റിക്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അതിൽ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേ സമയത്ത് അപ്പം ഈ 240 തൊട്ട് 280 വരെ പോകുന്ന ആ ഇടയ്ക്കത്തെ ഫ്ലക്ച്വേഷൻസ് നോക്കാതെ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഇൻഡിക്കേറ്ററിൽ അത് പോസിറ്റീവാണ്. അപ്പോൾ അതൊരു അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മുടെ സ്റ്റോക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. എന്നാൽ നമ്മുടെ ആ മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ 280 ലെവലിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ പിന്നെ അത് കുറച്ച് സൈഡ് വേസിലാണ്. അപ്പോൾ നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമ്മുടെ ഇൻഡിക്കേറ്ററും വളരെ സൈഡ് വേസിലാണ് നീങ്ങുന്നത്. അതിനുശേഷം ഇൻഡിക്കേറ്റർ താഴോട്ട് പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ കൂടെ നമുക്കൊരു മെയിൻ വോളിയം കൂടെ നോക്കി കഴിയുന്നുണ്ട്. ആ കയറ്റം സംഭവിക്കുന്ന സമയത്ത് വോളിയം ആവറേജ് വോളിയം നമുക്ക് നോക്കാം. ഈ 240 തൊട്ട് 280 വരെ പോകുന്ന ഈ ഭാഗം തൊട്ടിട്ട് ജനുവരി 2-ാം തീയതി തൊട്ടിട്ട് ഫെബ്രുവരി 1-ാം തീയതി, അതായത് 2 മാസം നമ്മൾ നോക്കി കഴിഞ്ഞാൽ അറിയാം ആവറേജ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചയാണ് കൂടുതൽ കാണുന്നത്. അതായത് ആവറേജ് വോളിയം കൂടുതലാണ്. അപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ അപ് ട്രെൻഡാണ് നമുക്ക് വോളിയത്തിൽ മൊത്തമായിട്ടും കാണിക്കുന്ന ഇൻഡിക്കേറ്റർ മാത്രമല്ലാതെ. അതേപോലെ തന്നെ ഈ ടോപ്പിലെത്തിയ ആ സമയത്ത് കണ്ടമാനം നമുക്ക് വോളിയം കൂടുന്നത് കാണാം. അതിനുശേഷം വോളിയം കൂടുന്നുണ്ടെങ്കിൽ പോലും അവിടെ നമുക്കൊരു നെഗറ്റീവാണ് നമുക്കിവിടെ കാണുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു 2 ദിവസം താഴ്ന്നു വരുന്നു. പിന്നെ ഒരു റെഡ് വോളിയം സെല്ലേഴ്സിൻ്റെ ഒരു ഡോമിനേഷനാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ സ്റ്റോക്ക് വിൽക്കാനുള്ള സമയം, നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ടുള്ള സമയമാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ഈ സൈഡ് വേസിൽ മൂവി സമയത്ത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കും. അതിനുശേഷം അതൊക്കെ സ്റ്റോക്കിൻ്റെ ഇൻഡിക്കേറ്റർ താഴോട്ട് പോകുന്നു. അപ്പോൾ നമുക്ക് വോളിയം നമുക്ക് പ്രൈസ് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഗൈഡൻസ് തരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്കൊരു വിന്നിങ് സൈഡിലാണ് നമുക്ക് അറിയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടി കാണും എന്ന് അടുത്ത സൈഡിലേക്ക് പോകാം. അപ്പോൾ അടുത്തത് പറഞ്ഞാൽ IGLൻ്റെ ഒരു ചാർട്ടാണ്. ഇത് 3 മാസ ചാർട്ടാണ്. നമുക്കറിയാം ഒരു സ്റ്റോക്ക് ഒരു സൈഡ് വേസിൽ കുറച്ച് ദിവസം മൂവ് ചെയ്തതിന് ശേഷം ആ സ്റ്റോക്ക് ഒരു വലിയൊരു റൈഡെന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, 800 രൂപയുടെ 810 രൂപയിൽ നിന്ന് 1660 1060 താഴെയായിട്ട് ഒരു വലിയ റൈഡാണ് ഈ സമയത്ത് നടന്നത്. അതേസമയത്ത് ചെറിയ കറക്ഷൻസും മാർക്കറ്റിൽ നടക്കുന്നുമുണ്ട്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കറക്ഷൻ നടക്കുന്നുണ്ട്. അതേസമയത്ത് നമ്മുടെ ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടയ്ക്കൊരു കറക്ഷൻ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ലൈൻ വരയ്ക്കുമ്പം ഈ ടോപ്പിൽ നിന്ന് ഈ ടോപ്പിലോട്ട് വരച്ച് നമ്മൾ അങ്ങനെ വരച്ച് നോക്കുക. അപ്പോൾ നമുക്കറിയാം ഇതൊരു സ്റ്റോക്കിൻ്റെ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ഇവിടെ നമുക്കൊരു എൻട്രി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെന്നുണ്ടല്ല ചിലർക്ക് ഈ പോയിൻ്റ് 940 50 റേഞ്ചാണ് അതിൻ്റെ ഒരു റെസിസ്റ്റൻസ്. ആ ലെവലിൽ എത്തിയതിന് ശേഷമാണ് ചെറിയ കറക്ഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കൂടുതൽ റിസ്ക് എടുക്കാൻ താല്പര്യത്തിൽ അവിടെ വേണേൽ വിൽക്കാം. അതിനുശേഷം ഇൻഡിക്കേറ്ററും കുറച്ച് താഴോട്ട് കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇൻഡിക്കേറ്റർ എന്താ പറയുക മുകളിലോട്ട് തന്നെ പോകുന്നതായിട്ട് കാണുന്നു. ഇതിൻ്റെ അവസാനം വരുമ്പം ഇൻഡിക്കേറ്റർ വീണ്ടും ഒരു സൈഡ് വേസിലോ താഴോട്ടോ പോകാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. നമുക്കപ്പോൾ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തവർക്ക് അവിടെ വരുമ്പോൾ ഒരു പൊസിഷൻ നമ്മൾ ക്ലോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനടുത്ത മൂവ്മെൻറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. പക്ഷേ അവിടെ കൂടുതൽ നമ്മൾ വോളിയം നോക്കും. ഇവിടെ ഹൈ വോളിയം കാണിക്കുന്ന പച്ച, അതിനുശേഷം ഇൻഡിക്കേറ്ററിൽ താഴോട്ട് പോകുന്ന വോളിയം കുറയുന്നൊരവസ്ഥയും നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ മറ്റുള്ള ഒരു കാര്യം നമ്മൾ താഴെ ഇതുപോലെ നമുക്ക് ട്രെൻഡ് ലൈൻ വരച്ചിട്ട് നമുക്ക് നോക്കാം. ഞാൻ അടുത്ത സ്ലൈഡിൽ അതിൻ്റെ ഡീറ്റെയിൽ കാണിക്കാം. അടുത്ത സ്ലൈഡിലോട്ട് പോകാം. ഇത് ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ചാർട്ടാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെ
കാണാൻ പറ്റും പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്. ഞാൻ ഓരോ മേജർ മൂവ് ചെയ്യുന്ന അവിടെ ഒരു ചുമന്ന ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ ഇവിടുന്നുണ്ടോ കാണാൻ പറ്റും. അതുപോലെ തന്നെ അടുത്ത റൈഡിൻ്റെ ഇതുകൊണ്ട് ഒരു വലിയ റൈഡാണ് ഇത് നടത്തിയിരിക്കുന്നത്, 850 നിന്ന് 1010. അപ്പോൾ പ്രൈസ് ഏകദേശം ഒരേപോലെ മൂവ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ്, ചെറിയ ചെറിയ കറക്ഷൻ ഉണ്ടെങ്കിൽ പോലും. അപ്പോൾ അതുപോലെ അനുസരണമായിട്ട് നമ്മുടെ ഇൻഡിക്കേറ്ററും കയറുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആ സ്റ്റോക്ക് അതിൻ്റെ ഒരു അടുത്തൊരു റെസിസ്റ്റൻറ്റ് ലെവലായ 970-80 ലെവലെത്തുമ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ പതുക്കെ താഴോട്ട് പോകുന്ന ഡൈവർജൻസ്, ഇതാണ് നമ്മൾ ഡൈവർജൻസ് പറയുന്നത്. അതായത് സ്റ്റോക്കിൻ്റെ പ്രൈസ് 970-80 നിന്ന് 1000 മൂവ് ചെയ്യുന്ന സമയത്തും മുകളിലോട്ട് പോകുന്ന സമയത്തും നമ്മുടെ ഇൻഡിക്കേറ്റർ കാണിക്കുന്നത് നെഗറ്റീവാണ്, താഴോട്ടാണ്. അതായത് മേലോട്ട് പോയ ഇൻഡിക്കേറ്റർ അവിടെ വരുമ്പോൾ താഴോട്ട്. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് വിൽക്കാനുള്ള സമയമായി എന്ന് അർത്ഥം. അപ്പോൾ നമ്മൾ വിൽക്കാനായിട്ട് തയ്യാറാകുക. അതിൻ്റെ അപ്പോൾ ഏറ്റവും അടുത്ത എപ്പോൾ വിൽക്കണം, അപ്പം തന്നെ വിൽക്കണം എന്നല്ല അതിനർത്ഥം. വേണമെങ്കിൽ അപ്പം നിങ്ങളുടെ റിസ്ക് അനുസരിച്ചിട്ട് മെയിനായിട്ട് അപ്പം നമ്മുടെ ഈ സ്റ്റോക്കിന് അടുത്ത റെസിസ്റ്റൻറ്റ് ലെവൽ എവിടെയാണെന്ന് നമ്മൾ നോക്കുക. അതുപോലെ തന്നെ വോളിയം ചെക്ക് ചെയ്യുക, മെയിൻ വോളിയം കൂടി ചെക്ക് ചെയ്യുക. അപ്പോൾ ആ റെസിസ്റ്റൻറ്റ് ലെവലിന് തൊട്ട് താഴെ സ്റ്റോക്ക് നമുക്ക് വിൽക്കുക. ഈ ലെവലിലാണ് എനിക്ക് റെസിസ്റ്റൻസ് ഉള്ള 1010 രൂപയ്ക്ക് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ ലെവലിൽ തൊട്ട് താഴെയായിട്ട് 1000 രൂപയ്ക്ക് ഇവിടെ നമ്മുടെ ക്യാൻഡിലും മാറും നമുക്ക് കാണാം, ഇവിടെ സ്പിന്നിങ് ടോപ്പ് കാണാം. അപ്പോൾ സ്പിന്നിങ് ടോപ്പ് വന്നു കഴിഞ്ഞാൽ അത് ഒരു പക്ഷേ താഴോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് അതിൻ്റെ ഇതിപ്പോൾ ഇതുണ്ടെങ്കിൽ 3 അടുപ്പിച്ച് റെഡ് കാണുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇങ്ങനെയുള്ള ക്യാൻഡിൽ എന്താണെന്ന് നമുക്ക് പിന്നീട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് കരുതുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് പാർട്ടിൽ വരുമ്പോൾ സ്റ്റോക്ക് താഴോട്ട് പോകുന്ന കാഴ്ച നമുക്ക് ഇൻഡിക്കേറ്റർ താഴോട്ട് പോകുന്നു, പ്രൈസും താഴോട്ട് പോകുന്നു. ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഓക്കെ, അപ്പം നമ്മൾ 1-2 കാര്യങ്ങൾ ഇത് പറഞ്ഞിട്ട് ഞാൻ നിർത്താം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ എൻട്രി അല്ലെങ്കിൽ ഇത് എൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മേജർ റെസിസ്റ്റൻസും അതുപോലെ മേജർ സപ്പോർട്ട് ലെവലും നോക്കുന്നത് വളരെ നന്നായിരിക്കും. കൂട്ടത്തിൽ നമ്മുടെ മെയിൻ വോളിയം കൂടെ നോക്കുന്നത് നന്നായിരിക്കും. ക്യാൻഡിലിസ്റ്റൊക്കെ അറിയാവുന്നവരെ അതും അനുസരിച്ച് നെക്സ്റ്റ് ക്യാൻഡിലിങ്ങനെ മൂവ് ചെയ്യുന്ന അത്രയും നമ്മൾ ഓൾറെഡി നമ്മുടെ ചാർട്ടിൽ കണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഇൻഡിക്കേറ്റർ സപ്പോർട്ട് ലെവലിൽ അല്ലെങ്കിൽ മേജർ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ മേജർ സപ്പോർട്ട് ലെവൽ എത്തുമ്പോൾ അവർ ഒന്നിലതും ബ്രേക്കൗട്ട് റെസിസ്റ്റൻസ് ലെവൽ അവർ ബ്രേക്കൗട്ടിന് സാധ്യത കാണുന്നുണ്ട്. അതുപോലെ സപ്പോർട്ട് ലെവലാണെന്നുണ്ട് ചിലപ്പോൾ അത് താഴോട്ടൊരു ഡൗൺ ട്രെൻഡ് കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ച്. പക്ഷേ ആളുകൾ അത് ഈ പൊതുവേ ആളുകൾ ഈ ബ്രേക്കൗട്ട് ലെവലിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. പ്രൊഫഷണൽ ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അവിടെ കൺഫർമേഷൻ നമുക്ക് നോക്കുക. നമ്മുടെ ഇൻഡിക്കേറ്റർ കൺഫേം ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് നമ്മുടെ റെസിസ്റ്റൻറ്റ് ലെവൽ ചെയ്തതിന് ശേഷം മുകളിലോട്ട് പോകുക. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു സ്റ്റോക്കിൻ്റെ ബ്രേക്കൗട്ട് ലെവൽ ഇപ്പം നമ്മൾ 200 ഡേയ്സിൻ്റെ ബ്രേക്കൗട്ട് ലെവലിനെ പറ്റി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ബ്രേക്കൗട്ട് കഴിഞ്ഞാൽ ഉടനെ എൻട്രി അല്ല ചെയ്യേണ്ടത്. നമ്മൾ നെക്സ്റ്റ് ഡേ 2-3 ദിവസം അത് ഒരു താഴോട്ടൊരു വരവ് വന്നതിന് ശേഷം പിന്നെ ആയിരിക്കും ഒരു മൂവ്മെൻറ്റ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ വരവിൽ അത് നമ്മുടെ ആ റെസിസ്റ്റൻറ്റ് ലെവൽ താഴെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് സപ്പോർട്ട് പിടി താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ മേജർ റെസിസ്റ്റൻറ്റ് ലെവൽ മേളിലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ചും മേലോട്ട് പോവുകയാണെങ്കിൽ അതിന് മുന്നിൽ വലിയൊരു ബുള്ളിഷ് ട്രെൻഡിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടി ആളുകൾ OBV ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ OBVയുടെ ഇതിലുണ്ടാകുന്ന ഇൻഡിക്കേറ്റർ ചേഞ്ചസിൽ അപ്പോൾ മുകളിലോട്ടായാലും താഴെയായിട്ടും അതനുസരിച്ചിട്ട് ഒരു ബ്രേക്കൗട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ സ്റ്റഡി ചെയ്ത് പഠിക്കുക. ആ ചാർട്ട് പഠിക്കാനായിട്ട് ചാർട്ട് നോക്കി തന്നെ പഠിക്കുക. നിങ്ങളൊരു ചാർട്ടിനകത്ത് 2 ക്യാൻഡിൽ എനിക്ക് മെയിൽ അയച്ച് ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടത്. നമ്മളൊരു സ്റ്റോക്ക് പഠിക്കാനായിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ SI പഠിക്കുന്ന പോലെ സ്കൂളിൽ പഠിക്കുന്ന നമ്മൾ ചോദ്യോത്തരം കാണാൻ പഠിക്കുന്ന പോലെ നമ്മൾ ചാർട്ട് കണ്ട് അത് പഠിച്ചാൽ നമ്മൾ തിയറിയായിട്ട് പഠിക്കുന്നവരല്ല നമ്മുടെ സ്റ്റോക്കിൻ്റെ ചാർട്ടിൽ ബിഹേവ് ചെയ്യുന്നത്. അത് ആക്ച്വലായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് വേരിയേഷൻസ് ഉണ്ടാകും. എപ്പോഴും ഒരു ക്ലാസിക് ക്യാറ്റിലായിരിക്കില്ല എന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കി തന്നെ കണ്ട് തന്നെ പഠിക്കുക വേണം. അപ്പോൾ വീണ്ടും നമ്മൾ പറയുന്നു, ഇത് ബ്രേക്കൗട്ട് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് OBV ഒരു കൺഫർമേഷൻ തരും. അതിന് അനുസരിച്ചിട്ട് നമ്മുടെ പ്രൈസും ഒരു ബ്രേക്കൗട്ട് നമുക്ക് ഉണ്ടാകാം. അപ്പോൾ നമ്മൾ അങ്ങനെ സമയത്ത് ബ്രേക്കൗട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റർ അത് ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെ എൻട്രി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൺ ബാലൻസ് അപ് ട്രെൻഡ് നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ ആ ഇൻഡിക്കേറ്ററിൽ ഒരു ബ്രേക്കൗട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ട് മുമ്പിലത്തെ പ്രൈസ് പോലെ തന്നെ ആ ഹൈയിൽ നിന്ന് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തതിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ ഞാനത് സ്ലൈഡ് കാണിക്കാം. അതും ഒരു ബ്രേക്കൗട്ട് നമുക്ക് ആ ഇൻഡിക്കേറ്റർ ഇറ്റ്സെൽഫിൽ
ഇറ്റ്സെൽഫ് നമുക്കൊരു ട്രെൻഡ് നമുക്ക് കാണിക്കും. ഓക്കെ, അടുത്ത ഒരു സ്ലൈഡ് കാണുമ്പോൾ ഇത് മനസ്സിലാകും. ഒരു ഡൗൺ ട്രെൻഡിൻ്റെ അവസാനം നമുക്ക് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് കോൾ ഇന്ത്യയുടെയാണ്. ഒരു ഡൗൺ ട്രെൻഡാണ് നടന്നതിന് ശേഷം അതിൻ്റെ ഒരു 200 സപ്പോർട്ട് ലെവൽ എത്തിക്കഴിയുമ്പം നമ്മുടെ ഇൻഡിക്കേറ്റർ തിരിഞ്ഞ് മുകളിലോട്ട് തിരിഞ്ഞ് നമുക്ക് ഒരു ഇത് കൂടെ കിട്ടും. അവിടെ നമ്മുടെ ക്യാൻഡിലും മനസ്സിലാക്കുക. അടുത്തത് ഞാൻ വേറൊരു ഓക്കെ, 2 ഇത് കാണിക്കാം. ഓക്കെ, അടുത്തത് ഈ വേറെ രീതിയിൽ എങ്ങനെ സപ്പോർട്ട് ചെയ്യും. നമുക്കൊക്കെ അറിയാം, ഒരു റേഞ്ചിൽ നമ്മുടെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 2 സ്റ്റോക്ക് അതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ ട്രേഡ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ഒരു പക്ഷേ മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. നമ്മുടെ ഈ റെസിസ്റ്റൻസ് ലെവൽ കടന്നു പോവുകയാണ്. അങ്ങനെ സംഭവിക്കുകയോ ഇല്ലയോ നമുക്ക് അറിയാനായിട്ട് സഹായിക്കും. അതാണ് ഞാൻ നിങ്ങൾ ബ്രേക്ക് ഔട്ടിൻ്റെ കാര്യം പറഞ്ഞു. ആ ഒരു ട്രെൻഡിനകത്താണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ ആ മൂവ്മെൻറ്റ് അല്ല മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ നമ്മുടെ ആ OBV ഇൻഡിക്കേറ്റർ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ടോ, അത് ഹൈയിലാണ് പോകുന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ഔട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മനസ്സിലാക്കി ആളുകൾ ഇത് നേരത്തെ തന്നെ ആ ബ്രേക്ക് ഔട്ട് പൊസിഷനിൽ തന്നെ ആളുകളത് മേടിച്ച് ബൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ തിരിച്ചും ഇതേ ട്രെൻഡ് ഇത് മുകളിലോട്ട് പോകുന്നതിനും താഴോട്ട് പോകുന്നതായിരിക്കും. നമ്മുടെ ഈ സപ്പോർട്ട് ലെവൽ താഴോട്ട് പോകുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ OBV മേളിലത്തേന് പകരം ഇത് നേരെ തിരിച്ച് താഴോട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് ലെവൽ ഇതിൻ്റെ ട്രെൻഡ് ലൈൻ താഴോട്ടാണെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് പോകാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, അടുത്ത ഒരു ചാർട്ടോടെ കഴിഞ്ഞ് നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് ഞാൻ ഇത് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സ്റ്റോക്കിൻ്റെ നമുക്കറിയാം ഒരു അപ് ട്രെൻഡിന് ശേഷം പ്രൈസ് ഒരു ലോവിലെത്തുന്നു. അപ്പോൾ നമുക്കൊരു ലോ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ പ്രൈസ് താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ ഈ ചുമന്ന ലൈൻ കാണിച്ചിരുന്നു ഇവിടാണ് അതിൻ്റെ ഒരു സപ്പോർട്ട് ലെവൽ. ആ സപ്പോർട്ട് ലെവൽ റെസിസ്റ്റൻസ് ലെവൽ. ആ റെസിസ്റ്റൻസ് ലെവൽ കഴിഞ്ഞപ്പോൾ സ്റ്റോക്ക് പെട്ടെന്നൊരു അപ് ട്രെൻഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ നമുക്ക് നോക്കുന്നുണ്ടോ. ഈ സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് ലോയിലേക്ക് പോയി കഴിയുമ്പോൾ ഇവിടെ ഹൈ ആണ് കാണിക്കുന്നത്. അതായത് ബുള്ളിഷ് ഡൈവേർജൻസ് ആണ്. അതായത് പ്രൈസ് താഴോട്ട് പോകുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഇൻഡിക്കേറ്റർ താഴോട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് മുമ്പുണ്ടായ ആ സപ്പോർട്ട് ലെവലിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ എത്തിയതിന് ശേഷം വീണ്ടും ആ ലെവലിൽ മുകളിലോട്ട് ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് ക്രോസ് ചെയ്ത് നമ്മുടെ പ്രൈസിൽ ബ്രേക്ക് ഔട്ട് നടക്കുന്നതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡബിൾ കൺഫർമേഷനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രൈസിൽ ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അതിന് ബ്രേക്ക് ഔട്ട് കാണുന്നത്. എന്നാൽ നമ്മുടെ ചാർട്ടിൽ നോക്കിക്കഴിയുമ്പം നമ്മുടെ ഇൻഡിക്കേറ്റർ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ വെച്ച് അതിന് മുമ്പ് തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ഔട്ടിൻ്റെ സൈൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നേരത്തെ അതായത് ബ്രേക്ക് ഔട്ടിന് മുമ്പ് തന്നെ നമുക്ക് എൻട്രി ചെയ്യാനുള്ള അവസരം നമുക്ക് ഇൻഡിക്കേറ്റർ കാണിച്ചു തരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതാണ് വോളിയം പ്രസീഡ്സ് പ്രൈസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഞാനത് പറഞ്ഞു. ഇത് 15ഓളം വീഡിയോസ് ഉണ്ട്. നമ്മൾ കമ്പനിയുടെ ബേസിക് ഡീറ്റെയിൽ അറിഞ്ഞിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതാണ് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഞാനിത് പറഞ്ഞത് ഫ്രീ അല്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള പഠിക്കാൻ താല്പര്യമുള്ള ആൾക്ക് മാത്രമേ ഞാനിത് കൊടുക്കുന്നുള്ളൂ എന്ന് ഞാനിത് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് താല്പര്യമുള്ളവർ എനിക്ക് താഴെ കാണുന്ന സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൻ്റെ ഇമെയിൽ ഐഡിയിൽ stocklinegroup@gmail.com മെയിൽ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. കുറച്ച് പേര് ഇത് സബ്സ്ക്രൈബ് ചെയ്തവർ ഇത് വളരെ അവർക്ക് പല കാര്യങ്ങളും പഠിക്കാൻ പറ്റി, വളരെ പ്രയോജനപ്പെട്ടു എന്ന് പറഞ്ഞു അവർ എനിക്ക് കമൻറ്റ് അയച്ചിട്ടുണ്ട്. അവർക്ക് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. എല്ലാം ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീ വീഡിയോസ് കാണാനായിട്ട് അതിനകത്ത് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ കമൻസും മറ്റും നമ്മുടെ സ്റ്റോക്ക് ലൈൻ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ റിസ്ക് ഉണ്ട്. അറിയാൻ വയ്യാത്തവർ അത് പഠിച്ചതിന് ശേഷം ചെയ്യുക, അല്ലെങ്കിൽ സർട്ടിഫൈഡ് ആളുകളിൽ മാത്രം ചെയ്യുക. ഇത് റിസ്ക് എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാവൂ എന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഇതിനകത്തുള്ള പല മെറ്റീരിയൽ ഞാൻ ഓൺലൈനിൽ നിന്ന് കോപ്പി ചെയ്ത് പഠിക്കാൻ വേണ്ടി മാത്രം എടുത്തതുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്താണ് OBV എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടി കാണും എന്ന് ഞാൻ കരുതുന്നു.
നന്ദി, നമസ്കാരം.